എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഡിസംബർ 2025 രേവതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Swords energy connections, Nine of Swords, Queen of Pentacles, Chariot energy, Eight of Pentacles, Hermit. ആദ്യം തന്നെ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അത്യുത്സാഹഭരിതരായിരിക്കും ഈ ഒരു മാസം, വളരെ ആക്റ്റീവായിരിക്കും, വളരെയധികം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് മാറ്റങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവാണ്, വളരെയധികം പ്രസൻറ്റബിൾ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പൊതുവേ നിങ്ങളുടെ വസ്ത്രധാരണത്തിലെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പ്രസൻറ്റബിൾ ആകുന്നു. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുറച്ചുകൂടി നല്ല സ്വന്തം വസ്ത്രം അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. ജനറലി ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതായത് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ മറ്റുമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാത്തിനും ഉണ്ടാവും. പൊതുവേ നിങ്ങൾ അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഒപ്പീനിയൻസ് നല്ല രീതിയിൽ ഒപ്പീനിയൻസ് ഇപ്പോൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് പങ്കുവയ്ക്കൽ ചില ആളുകൾ കുറവായിരിക്കും. അപ്പോൾ അത് പുറത്ത് പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പങ്കുവയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ കുറച്ചധികം ആക്റ്റീവും എനർജറ്റിക്കും എന്തൂസിയാസ്റ്റിക്കും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഇതേപോലെയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും, വളരെ ധാർഷ്ട്യത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ വളരെ സൗമ്യമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു തമാശ കലർത്തിയ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിച്ചാൽ കേൾക്കുന്ന ആളതൊരു അവരെ ആരോപിക്കുന്ന പോലെയുള്ള കുറ്റം ആരോപിക്കുന്ന പോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ, ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കാൻ, അവർക്കൊരു ബാഡ് ഫീലിങ്സ് ഒരു ഒപ്പോസിഷനാണ് എന്നുള്ള രീതിയിൽ തോന്നലുകൾ നൽകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വളരെ പൊതുവെ സൗമ്യരായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ചില സിറ്റുവേഷനിൽ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നയൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നയൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് വളരെയധികം സ്ട്രെസ്ഡ് ഔട്ട് ആകുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് അൺഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യത്തിൽ കുറച്ചൊരു സ്ട്രെസ് ഉണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള ദുസ്വപ്നങ്ങളൊക്കെ കൂടുതൽ കാണുക. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ചില സ്ട്രെസ്സുകൾ സ്വപ്നങ്ങളായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആകാം. ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അടുത്തിടയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങളെ കുറച്ച് നാളായിട്ട് അലട്ടുന്ന പ്രശ്നമുണ്ട്. അതിങ്ങനെ ഇടയ്ക്ക് പൊങ്ങി വരും, പിന്നെ അത് നിങ്ങളത് ഇഗ്നോർ ചെയ്യും. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ അവഗണിച്ച് കളയുന്ന കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അതങ്ങോട്ട് ഇല്ലാതാവും എന്നുള്ളൊരു തോന്നൽ എങ്ങനെയോ മനസ്സിൽ വന്നതാവാം. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് ഒരിക്കലും അത് ഇല്ലാതാവുന്നില്ല. അത് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കും, വീണ്ടും അത് പുറത്തേക്ക് വരും, വീണ്ടും നിങ്ങളത് അവഗണിക്കും, വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിച്ചേ പറ്റൂ, ഇല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ദുസ്വപ്നങ്ങളായിട്ട് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുകയും ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. ഇനി അത് ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല, ഇല്ലെങ്കിൽ അത് നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് പറയുന്ന പോലെ വളരെയധികം നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാം. അപ്പോൾ ആ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചാൽ മതി. നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അത് പരിഹരിച്ചേ പറ്റൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളെക്കൊണ്ട് കാര്യമായിട്ട് ശ്രമിച്ചാൽ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ വേ ഓഫ് യുവർ പ്രോഗ്രസ്. നിങ്ങൾ തന്നെയാണ് ആ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ മുന്നേറ്റത്തെ തടയാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിൽക്കുന്ന നിങ്ങളാണ്. ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ സിറ്റുവേഷൻ റിസോൾവ് ചെയ്താൽ
സുഗമമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അല്ലാത്ത പക്ഷം വളരെ നെഗറ്റീവാണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളതും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ സമയം കൂടിയിട്ടാണ്. പ്രാക്ടിക്കലായിട്ട് വേണം പലതും ചിന്തിക്കാൻ. പിന്നെ നിങ്ങൾ വളരെയധികം ആക്റ്റീവാണ്, ഉത്സാഹഭരിതരൊക്കെയാണ്, പക്ഷേ പ്രാക്ടിക്കൽ സൈഡിന് വളരെ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഒരു എല്ലാ കാര്യത്തിനും വളരെ കെയർഫുള്ളായിട്ട് നോക്കിയും കണ്ടുമാണ് ചെയ്യുന്നത്. പക്ഷേ പ്രാക്ടിക്കൽ സൈഡാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പ്രാക്ടിക്കൽ സൈഡും എല്ലാം റിയലിസ്റ്റിക് ആണോ പ്രാക്ടിക്കൽ ആണോ ഒന്നുകൂടി ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. അല്ലാത്ത പക്ഷം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ എന്തിനു ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് എന്താണ് അല്ല എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്നത് എന്നൊക്കെയുള്ളത് ശ്രദ്ധിക്കാം. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു എനർജി വളരെ പോസിറ്റീവാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജോലി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. പുതിയ ജോലിയിലേക്ക് കയറാൻ പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ ഒരു ജോലി ഇപ്പോൾ ടെമ്പററി പോസ്റ്റ് ആണെങ്കിൽ അത് പെർമനൻ്റ് ആക്കി തരുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ടെമ്പററി പോസ്റ്റിംഗ് പെർമനൻറ്റ് പോസ്റ്റിങ്ങിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലിയുള്ള ഒരാളാണെങ്കിൽ പിന്നെ അത് എന്താണ് ഒരു ലോങ് ടേമിലേക്ക് പെർമനൻറ്റ് ജോലിയിലേക്ക് മാറുന്നു, ഗവൺമെൻറ് പോസ്റ്റിലേക്ക് മാറുന്നു. ഇങ്ങനെയുള്ള സാധ്യതയാണ് പ്രൈവറ്റിൽ നിന്ന് ഗവൺമെൻറ്, അങ്ങനത്തെ സിറ്റുവേഷൻ. പിന്നെ ചാരിറ്റി എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ചിലപ്പോൾ ഇതൊരു ലിറ്ററൽ മീനിങ്ങിൽ വരുന്ന ഒരു എനർജിയാണ്. അതായത് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത, കമ്പനി വാഹനം കിട്ടാനുള്ള ചാൻസ് ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിനനുസരിച്ച് കമ്പനി വാഹനം കാര്യങ്ങൾ. അല്ലാത്തവരെ സംബന്ധിച്ച് പ്രൊമോഷൻ, ശമ്പള വർധനവ് ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ പുതിയ വാഹനം വാങ്ങിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു എയിമുണ്ട്, ഇന്നൊരു കാര്യം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങൾ മാറിപ്പോകുന്നു. സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആഘോഷിക്കുക, സന്തോഷിക്കുക, വീണ്ടും തിരിച്ച് ആ മെയിൻ എയിം എന്താണോ അതിലേക്ക് വീണ്ടും പോവുക. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ് നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിലാണോ മുന്നേറ്റം ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പം ലൈഫ് പേർപ്പസ്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും ജീവിതചര്യയിലുണ്ടാകുന്ന മാറ്റം നിങ്ങളിലേക്ക് പല മാറ്റങ്ങളും മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. പിന്നെ ചില ആളുകൾ നിങ്ങളായിട്ട് സ്വന്തം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്, ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റിയൊരു സമയമാണ് ഇത്. അതിന് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. അതുപോലെ ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ആ ദൈവാനുഗ്രഹം നിങ്ങളുടെ വേണ്ടുവോളമുണ്ട്. അതിന് ട്രൈ ചെയ്യാവുന്ന സമയമാണ്. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഹെർമിറ്റ് മോഡാണ്. അപ്പം വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ളവർ ആളുകളൊക്കെ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം നിങ്ങളുടെ ഒറ്റയ്ക്ക് ചിലവഴിക്കുന്നവരെ പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർ കുറച്ചുകൂടി ആത്മീയതയിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്കാൾ കൂടുതൽ ആത്മീയ കാര്യങ്ങൾ താല്പര്യം പ്രകടിക്കും. അതിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതൊത്തിരി നിങ്ങൾ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ, പള്ളികളിലൊക്കെ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നതാവാം. പിന്നെ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അതായത് ശരിക്കും ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് അതിലേക്ക് പോകുന്നതാവാം. അതിപ്പോൾ വീട്ടമ്മമാരും പ്രായമായവരൊക്കെ തന്നെ ആയിരിക്കണം എന്നില്ല. എല്ലാവരിലുമായ എനർജി ഉണ്ട്. പക്ഷെ കൂടുതലും ഈ ഒരു ടൈം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നവരാ കൂടുതൽ സമയം, അതൊക്കെ അവരിലാണ് ഇത് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.